ടെക്സ് ആൻഡ് ക്വിസിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. 2024 IT മോഡൽ എക്സാമിന് ചോദിച്ച പ്രാക്ടിക്കൽ ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഒരു വിഭവ ഭൂപടം ഹോമിലെ എക്സാം ഡോക്യുമെൻസിലുള്ള ക്യൂജിസ് പ്രൊജക്റ്റ് എന്ന ഫോൾഡറിൽ ലോക്കൽ മാപ്പ് .qgs എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ക്യൂജിസ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. സ്കൂൾ എന്ന പേരിൽ ഒരു ലെയർ നിർമ്മിക്കുക. ലെയർ ടൈപ്പ് പോയിൻ്റ്, ആട്രിബ്യൂട്ട്സ് നെയിം, കോഡ്. ഈ ലെയർ സെലക്ട് ചെയ്ത് മാപ്പിൽ ഒരു സ്കൂൾ രേഖപ്പെടുത്തുക. ID 1, നെയിം GLPS, കോഡ് 98765. ഈ ഭൂപടം സേവാസ് ഉപയോഗിച്ച് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ QGS ഫയലായി സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ആദ്യം പ്ലേസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക, ഹോം എന്നതിൽ ക്ലിക്ക് ചെയ്യുക, എക്സാം ഡോക്യുമെൻറ്റ്സ്, ക്യൂജിസ് പ്രൊജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ലോക്കൽ മാപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് പഞ്ചായത്ത് ഭൂപടം. ഇതിൽ ഹൗസ് എന്നത് അതിൻ്റെ ഇടതുവശത്തുള്ള ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ ഈ പഞ്ചായത്തിലുള്ള ലെയർ അദൃശ്യമായി കാണാൻ സാധിക്കും. പഞ്ചായത്ത് ഈ ഓരോ ലെയറും ദൃശ്യമാക്കുകയും ചെയ്യാം, അദൃശ്യമാക്കുകയും ചെയ്യാം. ഈ ലെയറിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ ലെയർ അദൃശ്യമായതായി കാണാം. ടിക്ക് മാർക്ക് നൽകിയാൽ ലെയർ ദൃശ്യമായതായും കാണാം. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിനു മുന്നേ ഈ മെയിൻ റോഡ് എന്നതിൻ്റെ ഇടതുവശത്തുള്ള ആ ഒരു ടിക്ക് മാർക്ക് അവിടെ നൽകിയാൽ ഇവിടെ മെയിൻ റോഡ് ദൃശ്യമായതായി കാണാൻ സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, മോഡൽ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ഈ ഒരു മെയിൻ റോഡ് എന്നത് ദൃശ്യമായി. ഇനി ഈ മെയിൻ റോഡിൻ്റെ കളർ മാറ്റുന്നതിന് വേണ്ടി മെയിൻ റോഡ് എന്നത് സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു കളറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇഷ്ടപ്പെട്ട കളർ നൽകുക. അതിനുശേഷം OK ക്ലിക്ക് ചെയ്യുക. ഇവിടെയും OK ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കളർ മാറിയതായി കാണാൻ സാധിക്കും. ഇനി ഓരോന്നിൻ്റെയും ആട്രിബ്യൂട്ട് ടേബിൾ ദൃശ്യമാക്കാൻ പറഞ്ഞാൽ ഹൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ പ്രിൻ്റ് സ്ക്രീൻ എടുക്കുക. കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ അമർത്തുക. അതിനുശേഷം പ്ലേസസിൽ പിക്ചേഴ്സിലാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാവുക. അതിനെ ഇവിടുന്ന് റീനെയിം ചെയ്യുക. റീനെയിം ചെയ്ത് രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എഴുതിയതിന് ശേഷം റീനെയിം നൽകി ഇതിനെ ഇവിടുന്ന് കോപ്പി ചെയ്ത് എക്സാം 10 പേസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു ചോദ്യവും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മോഡൽ IT എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. നമുക്ക് നമ്മളെടുത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. സ്കൂൾ എന്ന പേരിൽ ഒരു ലെയർ നിർമ്മിക്കാനാണ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ലെയർ ടൈപ്പ് പോയിൻ്റ് ആണ്. ആട്രിബ്യൂട്ട്സ് നെയിമും കോഡും. ലെയർ നിർമ്മിക്കുന്നതിന് വേണ്ടി ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ലെയർ, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോയിൻ്റ് തന്നെയാണ് ടൈപ്പ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നെയിം ആട്രിബ്യൂട്ട്സ് പറയുന്നത് നെയിം എന്ന് എഴുതി കൊടുക്കുക. അതിനുശേഷം നെയിം എന്നത് ഒരു ടെക്സ്റ്റ് ഡാറ്റയാണ്, അക്ഷരരൂപത്തിലുള്ളതായതുകൊണ്ട് ടെക്സ്റ്റ് ഡാറ്റ എന്നത് സെലക്ട് ചെയ്യണം. ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ആട്രിബ്യൂട്ട്സ് എന്നത് കോഡാണ്. കോഡ് ടൈപ്പ് ചെയ്യുക. അതൊരു നമ്പർ ടൈപ്പാണ്, അതുകൊണ്ട് ഇവിടുന്ന് ഓൾ നമ്പർ എന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ OK ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ലെയർ ആസ് എന്ന ജാലകം ദൃശ്യമാകും. ഇവിടെയാണ് സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്യേണ്ടത്. ലെയറിൻ്റെ പേര് സ്കൂൾ.
അതിനുശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ലെയേഴ്സ് ജാലകത്തിൽ ദൃശ്യമായതായി കാണാൻ സാധിക്കും. ഇനി ഇത് ഭൂപടത്തിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ ടോഗിൾ എഡിറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ഫീച്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ സ്കൂൾ നിർമ്മിക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ID കാണാം. എന്തൊക്കെ ID ആണ് ഇവിടെ നൽകേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എഴുതി കൊടുക്കുക. ഇവിടെ ID 1 എഴുതി കൊടുക്കുക. നെയിം GLPS കോഡ് 98 765 എന്ന് നൽകുക. അതിനുശേഷം ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. എഡിറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരിക്കൽ കൂടി ടോഗിൾ എഡിറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൊജക്റ്റ് മെനുവിൽ സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ആസും കൊടുക്കുക, സേവ് ആസ് ഇമേജ്, ഈ രണ്ട് രീതിയിൽ ഇതിൽ ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇവിടെ പ്രൊജക്റ്റിൽ QGS ഫയലായിട്ട് സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് പ്രൊജക്റ്റിൽ സേവ് ആസ് എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇമേജായിട്ട് സേവ് ചെയ്യാനാണ് സേവ് ആസ് ഇമേജ് കൊടുക്കുന്നത്. ഇവിടെ സേവ് ആസ് കൊടുക്കുക. exam 10 എന്നതിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ സേവിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മെയിൽ മെർജാണ് അടുത്ത ക്വസ്റ്റ്യൻ. ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിലേക്ക് രക്ഷാകർത്താക്കളെ ക്ഷണിക്കുന്നതിനുള്ള ഒരു ക്ഷണക്കത്ത് ലിബർ ഓഫീസ് റൈറ്ററിലെ മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. രക്ഷാകർത്താക്കൾക്കുള്ള വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലുള്ള parents_details.ods എന്ന ഫയലിലും ക്ഷണക്കത്തിൻ്റെ മാതൃക ഇതേ ഫോൾഡറിലെ notice.ott എന്ന ഫയലിലും നൽകിയിട്ടുണ്ട്. തയ്യാറാക്കിയ കത്തുകൾ ഒറ്റ ഫയലായി, അതായത് സിംഗിൾ ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ exam 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കുട്ടികളും ഇത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് മെയിൽ മെർജ് ചെയ്യുമ്പോഴേ ആദ്യം ഓപ്പൺ ചെയ്യേണ്ട ഫയൽ OTT ഫയൽ ആയിരിക്കണം. അത് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് OTT ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ബ്രൗസ് ചെയ്യിക്കേണ്ട ഫയലാണ് ODS ഫയൽ എന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യണം? പ്ലേസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോട്ടീസ് OTT എന്ന ഫയലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് parents_details.ods എന്ന ഫയലിനെയാണ് ബ്രൗസ് ചെയ്യിക്കേണ്ടത്. പാരൻസ്, അതിനുവേണ്ടി ഇൻസേർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഫീൽഡ്, മോർ ഫീൽഡ്സ്, ഇവിടെ ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്യണം. മെയിൽ മെർജ് ഫീൽഡ്സ് എന്നത് സെലക്ട് ചെയ്യണം. അതിനുശേഷം മാത്രമാണ് ബ്രൗസിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ മോഡൽ IT എക്സാം ഡോക്യുമെൻറ്റ്സ്, ഇവിടെ parents_details.ods എന്ന ഫയലിനെയാണ് നമ്മൾ ബ്രൗസ് ചെയ്യിക്കേണ്ടത്. അതുകൊണ്ട് parents_details.ods എന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഡാറ്റാബേസ് സെലക്ഷന് താഴെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടതുവശത്തുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഷീറ്റ് 1 എന്ന് തുറന്നു വന്നു. ഇതിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഓരോ ഫീൽഡും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഓരോ ഫീൽഡും ഇതിലേക്ക് ഉൾപ്പെടുന്നതിന് വേണ്ടി നെയിം ഓഫ് പാരൻറ്റ് എന്നതിൻ്റെ ഇവിടെ മൗസ് പോയിൻ്റർ കൊണ്ടുവച്ചതിന് ശേഷം ക്ലിക്ക് ചെയ്യുക.
നെയിം ഓഫ് പാരൻറ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ എല്ലാ ഫീൽഡും ഉൾപ്പെടുത്തുക. അതിനുശേഷം ഫീൽഡ്സ് എന്ന ജാലകം ക്ലോസ് ചെയ്യുക. പിന്നെ മെയിൽ മെർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫയൽ മെനുവിന് സേവ് അല്ല, ഫയൽ മെനുവിലെ പ്രിൻ്റാണ് നൽകേണ്ടത്. ഫയൽ മെനു പ്രിൻ്റ് യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പ്രിൻ്റർ മാറ്റി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഒറ്റ ഫയലായി സേവ് ചെയ്യാനാണ് പറഞ്ഞത്. സേവ് ആസ് എ സിംഗിൾ ഡോക്യുമെൻ്റ് എന്ന് സെലക്ട് ആവും. അതായത് ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി സേവ് ചെയ്യാൻ പറയും. മോഡൽ IT എക്സാമിൽ ഇവിടെ നിങ്ങൾക്ക് ആനുവൽ IT എക്സാമാണ് ഇനി വരുന്നത്. അപ്പം എക്സാം 10 എന്നത് സെലക്ട് ചെയ്യുക. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ കൊടുക്കുക. അതിനുശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽ കാണാം. ഹോം എക്സാം 10 ഇതാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽ. ഒരേ ലെറ്റർ ഒന്നിൽ കൂടുതൽ വ്യക്തികൾക്ക് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതാണ് മെയിൽ മെർജ്. മെയിൽ മെർജ് തയ്യാറാക്കുന്നത് ലിബ്രിയോഫീസ് റൈറ്ററിലാണ്. ലിബ്രിയോഫീസ് റൈറ്ററിൻ്റെ ഫയൽ ഫോർമാറ്റ് എന്നത് .odt എന്നതാണ്. ഇത്രയാണ് ഇതിലുള്ളത്. എല്ലാ കുട്ടികളും നന്നായി പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.